ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളൊരു ദുർബലനായ വീക്കായ പേഴ്സൺ ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ചില വഴികളെക്കുറിച്ചാണ്. സോ നിങ്ങളൊരു വീക്കായ പേഴ്സൺ ആണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു മെൻറ്റാലിറ്റിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, അത്തരം മെൻറ്റാലിറ്റിയുള്ള ആളുകളുടെ ചില സൈനുകളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കുകയും അതിനെ തിരുത്താനും ശ്രമിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെയും അതുവഴി നിങ്ങളുടെ ലൈഫിനെയും കൂടുതൽ ബെറ്ററാക്കി മാറ്റാനായി സാധിക്കും. സോ അധികം വലിച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൽ ആദ്യത്തേതാണ് ബ്ലാമിങ് others ഫോർ യുവർ പ്രോബ്ലംസ്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ബാഹ്യ ഘടകങ്ങളിൽ നിരന്തരം ആരോപിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ നിന്നും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിൽ നിന്നും നിങ്ങളെ തടയും. ഇത് ശക്തിയില്ലായ്മയുടെയും ബലഹീനതയുടെയും ബോധത്തിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം. സോ ഇത്തരത്തിൽ നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പ്രശ്നങ്ങൾക്കും മറ്റുള്ളവരെ പഴിക്കുന്ന ചിന്താഗതി മാറ്റിയെടുക്കാനും സ്വന്തം തീരുമാനങ്ങളുടെ പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാനും ശ്രമിക്കുക. രണ്ടാമത്തേതാണ് അപ്പോളജൈസിങ് ഫോർ എവരിതിങ്. അമിതമായി ക്ഷമാപണം നടത്തുന്നത് ആത്മവിശ്വാസത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും അഭാവത്തെ സൂചിപ്പിക്കുന്നു. ഇത് നിങ്ങളെ കീഴ്പ്പെടുന്നവനും എളുപ്പത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നവനുമാക്കി മാറ്റും. സോ സാവധാനത്തിൽ ഇത് നിങ്ങളെ ബലഹീനമാക്കി മാറ്റും. സോ അനാവശ്യമായി എല്ലാ കാര്യങ്ങളിലും ക്ഷമാപണം നടത്തുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയാനായി ശ്രമിക്കുക. നമ്പർ 3, ആൾവേസ് സീക്കിംഗ് എക്സ്റ്റേണൽ വാലിഡേഷൻ. എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും അംഗീകാരങ്ങളും തേടുന്നത് നിങ്ങളെ ബലഹീനനാക്കി മാറ്റുമെന്ന് നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും അംഗീകാരങ്ങളും തേടുകയും അവരുടെ മൂല്യനിർണ്ണയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന മെൻറ്റാലിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ മാറ്റാനും തിരുത്താനും ശ്രമിക്കുക. ഇത്തരത്തിലുള്ള മെൻറ്റാലിറ്റി നിങ്ങളുടെ ആത്മാഭിമാനത്തെയും ആന്തരിക ശക്തിയെയും ദുർബലപ്പെടുത്തും. ഇത് നിങ്ങളെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റും. സോ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, അതിനുവേണ്ടി സ്വയം ഇല്ലാതാകുന്ന, അംഗീകാരങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ദുർബലനാകുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറും. നാലാമത്തേതാണ് നീരസം ഉള്ളിൽ വെച്ചുകൊണ്ട് പെരുമാറുക. സോ ഈ മെൻറ്റാലിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. എന്തെന്നാൽ മറ്റുള്ളവരോടുള്ള നീരസം, ദേഷ്യം, വാശി, ഇത്തരത്തിലുള്ള വികാരങ്ങളെല്ലാം നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ തന്നെ ഇല്ലാതാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സോ ഫ്രണ്ട്സ്, ഇത്തരം ചിന്താഗതികൾ നിങ്ങളെ തന്നെ നശിപ്പിക്കുകയും നിങ്ങളെ ദുർബലനാക്കി മാറ്റുകയും ചെയ്യും. സോ ഇത്തരത്തിലുള്ള അനാവശ്യ ചിന്തകൾ കൊണ്ടു നടക്കുന്നത് നിങ്ങളുടെ വൈകാരിക ഊർജത്തെ ഒരുപാട് വിനിയോഗിക്കാനും നെഗറ്റീവായ ഇത്തരം ചിന്താഗതികളിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കാനും കാരണമായേക്കാം. പല ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളെയും ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കാനും ഇത് നിങ്ങളുടെ ലൈഫിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വരെ തടസ്സമായി മാറിയേക്കാം. ഇത് നിങ്ങളുടെ സമയത്തെയും സമാധാനത്തെയും നിങ്ങളുടെ ഗ്രോത്തിനെയും ഇല്ലാതാക്കുന്ന ഒന്നാണ്. നമ്പർ 5, ഫൈൻഡിങ് ഇറ്റ് ടഫ് ടു കമ്മിറ്റ് ടു എ ഗോൾ. നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്തു വെക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ നേടിയെടുക്കാനായി പരിശ്രമിക്കുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാണെന്ന് സ്വയം വിശ്വസിക്കുന്ന മെൻറ്റാലിറ്റി നിങ്ങളുടെ ലൈഫിൽ യാതൊരു രീതിയിലുമുള്ള പ്രോഗ്രസ് ഉണ്ടാകാനായി നിങ്ങളെ സഹായിക്കില്ല. സോ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാണെന്ന് ചിന്തിക്കുകയും തങ്ങളെ കൊണ്ട് യാതൊന്നിനും സാധിക്കില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിനെ മനസ്സിലാക്കാനായി ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങളുടെയും അതിലേക്കുള്ള ദിശയുടെയും അഭാവത്തിന് കാരണമായേക്കാം. നിങ്ങൾക്ക് സ്വയം ലക്ഷ്യമില്ലാത്തതായും ഉറപ്പില്ലാത്തതായും തോന്നാനായി ഇത് കാരണമാകും. ഇത് ബലഹീനതയുടെ വികാരങ്ങൾക്ക് ആക്കം കൂട്ടിയേക്കാം. സോ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കുകയും എല്ലാ കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകളെ മാത്രം കാണുകയും അത്തരം പ്രശ്നങ്ങളിൽ മാത്രം ഫോക്കസ്ഡായി ഇരിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ചിന്താഗതിയെ മനസ്സിലാക്കുകയും ചെയ്യുക. ആറാമത്തേതാണ് നിങ്ങളെ നിയന്ത്രിക്കാനായി മറ്റുള്ള ആളുകളെ അനുവദിക്കുന്നത്. സോ ഇക്കാര്യങ്ങൾ പലരും അറിഞ്ഞോ അറിയാതെയോ അവരുടെ ജീവിതത്തിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള വ്യക്തികൾ അവരുടെ ലൈഫിൽ നേരിടുകയും ചെയ്യുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, മറ്റുള്ള ആളുകൾ നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കുകയും തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുക. നിങ്ങളുടെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും നിർദ്ദേശിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുന്നത് നിങ്ങളുടെ സ്വയം ഭരണവും ആത്മവിശ്വാസവും ഇല്ലാതാക്കും. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ
നിങ്ങളെ ശക്തിയില്ലാത്തവരും ബലഹീനരുമാക്കും. സോ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുകയും വേണ്ട രീതിയിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക. നമ്പർ 7, ഒബ്സസിങ് ഓവർ യുവർ പ്രോബ്ലംസ്. നിങ്ങളുടെ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും മനസ്സിലാക്കാനായി സാധിക്കുന്നത് നിങ്ങളുടെ തിരിച്ചറിവാണ്. എന്നാൽ അത്തരം പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും കുരുങ്ങിക്കിടക്കുന്നതും അത്തരം കാര്യങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിച്ചുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ അത്തരം ചിന്തകളിൽ മുങ്ങി താഴുന്നത് നിങ്ങളിലെ ബലഹീനതയുടെ ലക്ഷണങ്ങളാണ്. സോ ഫ്രണ്ട്സ്, ക്രിയാത്മകമായ നടപടി എടുക്കാതെ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിരന്തരം മുഴുകുന്നത് വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടാനുള്ള നിങ്ങളുടെ കഴിവിനെ ദുർബലപ്പെടുത്തുകയും അമിത ഭാരവും നിസ്സഹായതയും അനുഭവിക്കുകയും ചെയ്യും. സോ ഇത് നിങ്ങളെ വളരെ നെഗറ്റീവായി ബാധിക്കുകയും നിങ്ങളെ ഒരു ദുർബലനാക്കി മാറ്റുകയും ചെയ്യും. നമ്പർ 8, വിക്ടിം മെൻറ്റാലിറ്റി. സോ ഫ്രണ്ട്സ്, നിങ്ങളും ഇത്തരത്തിൽ ഒരു ഇരയുടെ മനോഭാവം വെച്ചു പുലർത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനെ മനസ്സിലാക്കാനായി ശ്രമിക്കുക. അതായത് എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും സ്വയം ഒരു ഇരയായി പ്രഖ്യാപിക്കുകയും ഒരു ഇരയെപ്പോലെ അത്തരം സന്ദർഭങ്ങളെ കാണാനും വീക്ഷിക്കാനും ശ്രമിക്കുന്ന മെൻറ്റാലിറ്റി നിങ്ങളിലുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കുക. ഒരു ഇരയുടെ മാനസികാവസ്ഥ സ്വീകരിക്കുന്നത് ശക്തിയില്ലായ്മയുടെയും രാജിയുടെയും ഒരു ബോധം നിലനിർത്തും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിൽ നിന്നും തടസ്സങ്ങളെ തരണം ചെയ്യുന്നതിൽ നിന്നും നിങ്ങളെ തടയുന്നു. ആത്യന്തികമായി നിങ്ങളെ ദുർബലരും നിസ്സഹായരുമാക്കുന്നു. സോ ഫ്രണ്ട്സ്, ദുർബലരായ വ്യക്തികളുടെ ഇത്തരം മനോഭാവങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളിൽ ഇത്തരം മനോഭാവങ്ങൾ ഉണ്ടോ എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം മാറ്റിയെടുക്കാനും തിരുത്താനുമുള്ള അവസരങ്ങൾ നൽകും.